ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാത്ത് ഇല്ലിക്കൽ. ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ബിസി ആയിട്ട് ഇരിക്കരുത്, വളരെയധികം ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ കാണുക. എങ്ങനെയാണ് റിസ്ക് റിവാർഡ്, എങ്ങനെയാണ് പൊസിഷൻ സൈസിങ് സെറ്റ് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുക പറയുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, പ്രാക്ടിക്കലി നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഒരു ടൂള് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ടൂള് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം, പല സ്റ്റോക്കുകളിലും നമുക്ക് ഉപയോഗിക്കാം. എന്താണ് ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം എനിക്ക് പറയാനുള്ളത്, ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ നമ്മുടെ മനസ്സിന് സാധിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പരിമിതികളുണ്ട്. അപ്പോൾ ആ ഒരു ട്രേഡിംഗ് ടൈമിൽ നമുക്ക് പല സ്റ്റോക്കുകളിലും പല LTP ആയിരിക്കും ഉണ്ടാവാം. അതിൻ്റെ റിസ്ക്കും റിവാർഡുകളും എല്ലാം തന്നെ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ട്രേഡിംഗ് ടൈമിൽ നമുക്ക് കുറച്ചധികം ഡിഫിക്കൽറ്റി ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ടൂള് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു സ്റ്റോക്കിൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി, അതിൻ്റെ റിസ്ക് റിവാർഡ് ഓട്ടോമാറ്റിക്കലി സെറ്റാവും. റിസ്ക് റിവാർഡ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, കൂടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലും എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ചെറിയൊരു ടൂളാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അജണ്ട റിസ്ക് റിവാർഡാണ്. റിസ്ക് റിവാർഡ് നമുക്കറിയാം ട്രേഡിങ്ങിൻ്റെ ബാക്ക് ബോണായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ്. റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ ട്രേഡിംഗ് കരിയർ തന്നെ അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരാളുടെ ട്രേഡിങ്ങിൻ്റെ വിജയം എന്ന് പറയുന്നത് റിസ്ക് റിവാർഡും പൊസിഷൻ സൈസിങ്ങുമാണ്. ഇത് തിയററ്റിക്കലി മാത്രം പഠിച്ചാൽ പോരല്ലോ, പ്രാക്ടിക്കലി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കറിയണം. കൂടാതെ തന്നെ പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളും നമുക്ക് ഉണ്ടെങ്കിൽ വളരെയധികം ബെറ്ററാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയുടെ അജണ്ട. സ്ക്രീൻ റെക്കോർഡ് വീഡിയോയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാണെന്ന്. നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഈ ഒരു ടൂള് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ വീഡിയോ തുടർന്ന് മുന്നോട്ട് കാണുക. ട്രേഡേഴ്സ് എല്ലാവരും തന്നെ ട്രേഡിങ്ങിൽ വളരെ വലിയ രീതിയിൽ പരാജയപ്പെടുന്നതിന് പ്രധാന കാരണം റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ കൂടാതെ തന്നെ പൊസിഷൻ സൈസിങ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ റിസ്ക് റിവാർഡും പൊസിഷൻ സൈസിങ്ങും രണ്ടും കൊളാബറേറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂള് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ടൂളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് പ്രവേശിക്കുന്നത്. ടൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. 1:2 റേഷ്യോയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള റിസ്ക് റിവാർഡ് അനുസരിച്ച് നമുക്ക് എങ്ങനെ പൊസിഷൻ സൈസിങ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ വളരെയധികം പ്രത്യേകത. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ ആദ്യം ഈ ഒരു നമ്മുടെ ടൂളിലേക്ക് പോകാം. ടൂളിൽ ആദ്യമായിട്ട് ഇതെന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഇവിടെ നമ്മുടെ എൻ്റർ ക്യാപിറ്റൽ, നമ്മളുടെ ക്യാപിറ്റൽ, കയ്യിലുള്ള ക്യാപിറ്റലിലൂടെ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റോപ്പ് ലോസ് എത്ര പെർസെൻറ്റേജാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്? 1%. ടാർജറ്റ് സ്വാഭാവികമായിട്ടും സ്റ്റോപ്പ് ലോസിൻ്റെക്കായും ഇരട്ടിയായിരിക്കണം, 2%. ലിവറേജ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബ്രോക്കറേഴ്സ് എല്ലാം തന്നെ 5x ലിവറേജാണ് നൽകുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. കൂടാതെ തന്നെ സ്റ്റോക്കിൻ്റെ നെയിം നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ സ്റ്റോക്കിൻ്റെ നെയിം എടുക്കാനായിട്ട് ഉദാഹരണത്തിന് നമ്മൾക്കിപ്പോൾ ഒരു ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതാണ് കമ്പനിയുടെ പേര്, ഫെഡറൽ ബാങ്ക്. അതിൻ്റെ സ്ക്രിപ്റ്റ് നെയിം അറിയാം എല്ലാവർക്കും. ഫെഡറൽ ബാങ്കിൻ്റെ സ്ക്രിപ്റ്റ് നെയിം എന്ന് പറയുന്നത് ഫെഡറൽ BNK ആണ്. ഓരോ കമ്പനിക്ക് ഓരോ സ്ക്രിപ്റ്റ് നെയിം ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനിവിടെ കോപ്പി ചെയ്തു, നേരെ ഇവിടെ പേസ്റ്റ് ചെയ്യുകയോ മാനുവലായിട്ടോ നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ LTP ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫെച്ച് ചെയ്ത് വരും. എത്ര LTP? 197. ഇതിവിടെ ഓട്ടോമാറ്റിക്കലി വരും, എല്ലാ സ്റ്റോക്കിൻ്റെയും ഓട്ടോമാറ്റിക്കലി വരും. നമ്മളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ 5000 രൂപയാണ്. 5000 രൂപ നമ്മൾ ക്യാപിറ്റൽ കൊണ്ട് ഇൻട്രാഡേ ചെയ്യാനായിട്ട് വരുമ്പോൾ ഈ 5x ലിവറേജ് നമുക്ക് ബ്രോക്കർ നൽകുന്നുണ്ടെങ്കിൽ 5000 രൂപയുടെ 5 മടങ്ങാണ് നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ ആയി വരുന്നത്. അതായത് 5000 × 5 എത്രയാണ്? 25,000 രൂപ. എത്രയാണ് സ്റ്റോക്കിൻ്റെ LTP? 197 അത് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്ത് വരും. അതായത് 197 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി കിട്ടും? 126 ക്വാണ്ടിറ്റി ഇവിടെ നമുക്ക് കിട്ടും. അതിവിടെ ഓട്ടോമാറ്റിക്കലി വരും. ആ 126 ക്വാണ്ടിറ്റിയിലെ 1% എന്ന് പറയുന്നത് എത്രയാണ്? 197. അതായത് 197 എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ 1% എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ഒരു 2 രൂപയാണ്. 2 രൂപ പോയിൻ്റാണ്
അതുപോലെ തന്നെ അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2 രൂപ ആകുമ്പോൾ 4 രൂപയാണ് അതിൻ്റെ ടാർഗറ്റ്. അപ്പോൾ ഈ ഒരു ഫെഡറൽ ബാങ്ക് 197 എന്ന് പറയുന്ന ആ ഒരു സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റോക്കിൻ്റെ ഒരു 2 രൂപ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എത്ര പോയിൻ്റാണ്? 195 പോയിൻ്റ് ഇടിയുമ്പോഴാണ് 2 രൂപ, അതും ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. അതുപോലെ തന്നെ ടാർഗറ്റ് 2%, 197ൻ്റെ 2% ടാർഗറ്റ് എന്ന് പറയുന്നത് എത്രയാ പോയിൻ്റാ? 4 രൂപയാണ്. ആ 4 രൂപ ടാർഗറ്റ് അപ്പോൾ എത്രയാണ്? 197 പ്ലസ് 4 ഏകദേശം 200 രൂപ, 201 രൂപയാണ്. അപ്പോൾ നമുക്ക് ലോസ് ആണെങ്കിലോ 250 രൂപ, പ്രോഫിറ്റ് ആണെങ്കിലോ 500 രൂപ. അത് ഈ റിസ്ക് റിവാർഡ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. ഇവിടെ ഇപ്പം നമ്മുടെ ക്യാപിറ്റൽ നമുക്കിവിടെ 10,000 ആക്കി, 10,000 ആണെങ്കിലോ 500 രൂപ. അപ്പോൾ എത്രയായി? 197 LTP, 254 ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പോയിൻ്റ് വളരെ അതേ തന്നെയാണ് പോയിൻ്റ്. അതായത് 197ൻ്റെ പെർസെൻറ്റേജാണ് ഇവിടെ വരുന്നത്. ഓട്ടോമാറ്റിക്കലി ഇവിടെ പെർസെൻറ്റേജ് വരും. പ്രോഫിറ്റ് ആണെങ്കിൽ 1000 രൂപ, ലോസ് ആണെങ്കിൽ 500 രൂപ. ഇനിയിപ്പോൾ ഇവിടെ റിസ്ക് റിവാർഡ് 1:2 എന്ന് പറയുന്നതിന് പകരം 1:3 നമ്മൾ 3 ആക്കിയാലോ? അതനുസരിച്ച് എന്തായി? ലോസ് 500, ടാർഗറ്റ് 1500 മാറി. ഇപ്പം നമുക്കിവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റിസ്ക് റിവാർഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന പോർഷൻ ഏതാ? എൻ്റർ ക്യാപിറ്റൽ എല്ലാ ആളുകളുടെയും വ്യത്യസ്തമായിരിക്കും. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും എല്ലാ ആളുകൾക്കും വ്യത്യസ്തമായിരിക്കും. ലിവറേജ് ആസ് ഓഫ് നൗ എഡിറ്റ് ചെയ്യേണ്ട 5x ആണ്, 5x ആണ് ലിവറേജ് ഉള്ളത്. കൂടാതെ തന്നെ ഫെഡറൽ ബാങ്ക്, ഇത് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ IOC നമ്മൾ കൊടുക്കുമ്പോൾ IOCയുടെ എല്ലാം അത് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്തു നമ്മുടെ ക്യാപിറ്റലും സ്ക്രിപ്റ്റിൻ്റെ നെയിം മാത്രം കൊടുത്താൽ മതി. സ്റ്റോക്കിൻ്റെ നെയിമാണ് കൊടുക്കേണ്ടത്. കമ്പനിയുടെ എങ്ങനെയാണോ സ്ക്രിപ്റ്റ് നെയിം വരുന്നത് അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് നെയിം. കൊഡാക് ബാങ്ക് ആണെങ്കിൽ കൊഡാക് ബാങ്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തതെന്ന് 1769 കൊഡാക് ബാങ്കിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് നെയിം ഇവിടെ കൊണ്ടുപോയി നേരെ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാനുവലി ചെയ്യുക. അപ്പോൾ അതിൻ്റെ LTP ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്യും. 10,000 രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വാങ്ങാം? 28 ക്വാണ്ടിറ്റി വാങ്ങാം. അവിടെയും 1:2 ആണെങ്കിൽ എന്താണ്? 1000 രൂപയാണ്. അതായത് നമുക്കുണ്ടാകുന്ന ലോസും പ്രോഫിറ്റും 1:2 അനുസരിച്ച് നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും ഈക്വലൻ്റ് ആയിരിക്കും. എടുക്കുന്ന ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ വ്യത്യാസപ്പെടുത്തേണ്ടത്. അപ്പോൾ ക്വാണ്ടിറ്റിയിൽ പെടുത്തുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്. എന്താണ്? ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ വരുത്തുന്ന വ്യത്യാസമാണ് പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്. ആ ക്വാണ്ടിറ്റി മാറ്റുന്ന അനുസരിച്ചാണ് നമുക്കിവിടെ റിസ്ക് റിവാർഡുകളെല്ലാം തന്നെ ആ ഒരു ഈ ഒരു പോർഷനാണ് നമ്മുടെ റിസ്ക് റിവാർഡ്, ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ LTP അനുസരിച്ച് നമ്മളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന റിസ്ക് റിവാർഡ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഇവിടെ പോയിൻറ്റും വരും. ഇവിടെ ശ്രദ്ധിക്കുന്നത് 2 കാര്യമാണ് വരുന്നത്. ഇവിടെ ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് പോയിൻ്റാണ്, സ്റ്റോപ്പ് ലോസ് പ്രൈസാണ്. സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് എന്ന് പറയുന്നത് 1769ൻ്റെ 1% എത്ര പോയിൻ്റാണെന്ന് കാണിക്കുന്നതാണ് 17.7. അതിൻ്റെ പ്രൈസ്, അതായത് 1769ൽ നിന്ന് 17 പോയിൻ്റ് ഇടിയുമ്പോൾ 1752 വരുമ്പോഴാണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ടാർഗറ്റ് എത്രയാണ്? 35 പോയിൻ്റാണ്. അതെത്രയാണ്? 35 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 1805 രൂപയാണ്. അതായത് 1769ൻ്റെ 69 പ്ലസ് 35 ആണ് 1805. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇൻട്രാഡേ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഈ ഒരു റിസ്ക് റിവാർഡ് അനുസരിച്ചാണ് നമ്മുടെ കയ്യിൽ 10,000 രൂപ കൊണ്ട് ആണ് നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഉള്ളതെങ്കിൽ നമുക്കറിയാം 28 ക്വാണ്ടിറ്റിയാണ് നമുക്കവിടെ ബൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്താ വെക്കേണ്ടത്? 1752 നമ്മളുടെ നമ്മുടെ റിസ്ക്, അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്രൈസ് 1752. അതായത് 1769 ട്രേഡ് ചെയ്യുന്നു, 1752 നേരെ ഇവിടെ വരെ നമ്മുടെ 1752 എന്ന് പറയുന്ന ഏകദേശം ഇവിടെ ഒരു സെക്കൻഡ് ഈ ഒരു പോയിൻ്റാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. കൂടാതെ തന്നെ നമ്മുടെ ടാർഗറ്റ് എത്രയാണ്? 1805 നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ നമുക്ക് 2 കാര്യമാണ് ഈ ഒരു ട്രേഡിൽ നമുക്ക് സംഭവിക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് 1805 2 കാര്യമാണ് ഈ ഒരു ട്രേഡിൽ നമുക്ക് വരാൻ സാധ്യതയുള്ളൂ. ഒന്ന് ഈ ഒരു ടാർഗറ്റ്, പിന്നെ എന്താണ്? ഈ ഒരു സ്റ്റോപ്പ് ലോസ്. നമുക്ക് ഫുൾ ടൈം നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല. 2 കാര്യങ്ങൾ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്യുക. ഇത് നമ്മളുടെ ടാർഗറ്റ്, ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 80% ഇത്തരത്തിലുള്ള അൽഗോയിലാണ് ആളുകൾ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് മാനുവലി തന്നെ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇത് സംഭവിക്കട്ടെ, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനായിട്ട്
ഇറ്റ് ചെയ്യട്ടെ. ഇത് 2 സംഭവിച്ചാലും ഈ ഒരു രീതിയിൽ നമ്മൾ ഏത് സ്റ്റോക്കിൽ കയറിയാലും എന്താ പോകുകയാണെങ്കിൽ 500 രൂപ, കിട്ടുകയാണെങ്കിൽ 1000 രൂപ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു 3 ട്രേഡിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു വിചാരിച്ചോ. 3 ട്രേഡിൽ 2 എണ്ണം ലോസ് ആകുമ്പോൾ എത്ര നഷ്ടപ്പെടുന്നു? 500 പോയി. ഒരെണ്ണം വിഞ്ചാകുമ്പോൾ എത്ര കിട്ടി? അവിടെ 1000 കിട്ടി. അപ്പോഴും നമ്മൾ എന്താണ്, നമ്മൾ 2 ട്രേഡിൽ നമ്മൾ ലോസ് ആയെങ്കിൽ കൂടിയും 1 ട്രേഡിലാണ് വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ 1000 രൂപ കിട്ടി. 2 ട്രേഡിൽ ലൂസായി 500 പോയി. അപ്പോൾ അതിൽ കൂടുതൽ ലോസാവുകയാണെങ്കിൽ നമ്മുടെ എൻട്രിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം നമ്മളുടെ എൻട്രി ലെവൽ എങ്ങനെയാണെന്നുള്ളതല്ല, റിസ്ക് റിവാർഡ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അജണ്ട മാറിപ്പോകരുത്. റിസ്ക് റിവാർഡ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ അജണ്ട. അല്ലാതെ ഈ ഒരു സ്റ്റോക്കിലേക്ക് എങ്ങനെ എൻ്റർ ചെയ്യാം, ഇതിൻ്റെ മറ്റുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സോ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷേ ട്രേഡിങ്ങിൽ ഏറ്റവും പ്രധാനമുള്ളത്, ഏറ്റവും ശക്തിയുള്ള കാര്യം എന്ന് പറയുന്നത് റിസ്ക് റിവാർഡ് ആരാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവർ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവില്ല. എത്രയാണോ നമ്മുടെ ക്യാപിറ്റൽ, നമ്മളിപ്പോൾ ഇൻട്രാഡേക്ക് വേണ്ടി നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ പല ആളുകൾക്കും പലതാവാം. ചില ആളുകൾ 20,000 രൂപ കൊണ്ടാണ് ഈ ഒരു കൊടാക് ബാങ്കിലേക്ക് ട്രേഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ 57 ക്വാണ്ടിറ്റി എടുക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ലോസ് ആകുകയാണെങ്കിൽ 1000, അവിടെയും അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിൽ 2000. ഇവിടെ വ്യത്യാസപ്പെടുന്നത് എന്താണ്? നമ്മളുടെ ഈ സ്റ്റോപ്പ് ലോസ് പോയിന്റുകളിലാണ് വ്യത്യാസപ്പെടുന്നത്. നമ്മളുടെ ടാർഗറ്റ് എപ്പോഴും ഒരേ എമൗണ്ട് ആയിരിക്കും. ടാർഗറ്റ് 1:2 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ ഇതിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും നഷ്ടപ്പെടുന്ന പ്രോഫിറ്റും എപ്പോഴും ഒരേ പ്രപ്പോർഷനിലായിരിക്കും. ഇവിടെ നമുക്ക് കാണാം 1000 2000 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പല ആളുകളും പല റിസ്ക് റിവാർഡ് എടുക്കുന്നുണ്ട്. 1:3 എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ റിസ്ക് റിവാർഡ് കിട്ടുകയാണെങ്കിൽ 1000 രൂപ, പോകുകയാണെങ്കിൽ 3000 രൂപ. അപ്പോൾ എപ്പോഴും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനേക്കാളും ഇരട്ടിയിൽ കൂടുതലായിരിക്കണം. മിനിമം 2 ആയിരിക്കണം. ഇത് 2ൽ താഴ്ത്തരുത്. മിനിമം 2 ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ തലച്ചോറിന് വളരെ കുറച്ച് കാര്യങ്ങളാണ് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കൊടാക് ബാങ്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ 20,000 രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് എത്രയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്, എത്രയാണ് നമ്മുടെ ടാർഗറ്റ്, അത് എത്ര പോയിൻ്റ് ആണെന്ന് എല്ലാം തന്നെ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് വിചാരിക്കാം ഇതിൻ്റെ പോയിൻ്റ് നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ ട്രേഡ് ചെയ്യുമ്പോൾ അതല്ല സ്ഥിതി. ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇൻട്രാഡേക്കാരൻ പോലെ കുറേ സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കുള്ള ഉപയോഗം എന്ന് പറയുന്നത്, ഇപ്പോൾ L&Tയുടെ ഈ ഒരു കാൽക്കുലേറ്ററിൽ ഒന്നും നമ്മൾ ചെയ്യേണ്ട. L&Tയുടെ നമ്മൾ നേരെ ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. LT, അതാണ് L&Tയുടെ സ്ക്രിപ്റ്റ്. അത് മനസ്സിലാക്കി. ലാർസൻ ടാർബോ എന്നല്ല നമുക്കിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്, വെറും LT എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ലാർസൻ ടാർബോയുടെ സ്ക്രിപ്റ്റ് നെയിം എന്ന് പറയുന്നത് LT ആണ്. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, നമുക്കറിയില്ല. ലാർസൻ ടർബോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലാർസൻ ടർബോ ഷെയർ പ്രൈസ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാം ഗൂഗിൾ NSE LT എന്ന് കാണുന്നത്. ഇതാണ് നമ്മളുടെ സ്ക്രിപ്റ്റ് നെയിം. ഇത് മാറ്റി എന്ത് കൊടുത്താലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഫോസിസ് ഷെയർ പ്രൈസ് എന്ന്, ഇൻഡിഗോ എന്തിലാവട്ടെ, ഇൻഡിഗോ എന്താ സ്ക്രിപ്റ്റ് നെയിം, എന്താ ഇൻഡിഗോ. ഇതാണ് സ്ക്രിപ്റ്റ് നെയിം. ഇൻഡിഗോ ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ എന്നുണ്ട്. ഈ ഇൻഡിഗോനെ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുത്താലും മതി. ഇൻഡിഗോയുടെ സ്ക്രിപ്റ്റ് നെയിം വന്നു, LTP വന്നു. കൃത്യമായിട്ട് അതിൻ്റെ LTP എവിടെയാണ് നോക്കി, LTP 4277 ആണല്ലോ ഇവിടെ ഫെച്ച് ചെയ്തിട്ടുള്ളത്. 4277.80. ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട. നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റോക്ക്, നമ്മുടെ SL, നമ്മുടെ ടാർഗറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ കൈവശം വെക്കുക. ഈ ഒരു ഫയൽ കൈവശം വെക്കുക. ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇൻട്രാഡേയിൽ അപ്രോച്ച് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ഭയങ്കര വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും. ഈ ഒരു പൊസിഷൻ സൈസിങ് മെയിൻറ്റെയിൻ ചെയ്യാത്ത ട്രേഡേഴ്സാണ് മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകുന്നത്. നമ്മൾ ഔട്ടായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും വേണമെങ്കിൽ നമ്മുടെ പൊസിഷൻ സൈസിങ്ങും നമ്മുടെ റിസ്ക് റിവാർഡും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായിരുന്നു, ഈ വീഡിയോയുടെ അജണ്ട എന്ന് പറയുന്നത് റിസ്ക് റിവാർഡ് ആൻഡ് പൊസിഷൻ സൈസിങ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. റിസ്ക് റിവാർഡ് ആൻഡ് പൊസിഷൻ സൈസിങ്, ഞാൻ ഇത്രയും അണ്ടർലൈൻ ഇട്ട് പറയാൻ കാര്യം, ട്രേഡിങ് പഠിച്ചു, എങ്ങനെ എൻ്റർ ചെയ്യണം എന്ന് മനസ്സിലാക്കി, എങ്ങനെ എക്സിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. പക്ഷേ നമുക്ക് റിസ്ക് റിവാർഡും നമ്മുടെ പൊസിഷൻ സൈസിങ്ങും നമ്മൾ മാനേജ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഇതിൽ വിജയിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ഫയൽ കീപ്പ് ചെയ്യുക. ഈ രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇവിടെ വേറെ ഒന്നും എഡിറ്റ് ചെയ്യേണ്ട.
സ്റ്റോപ്പ് ലോസ് എഡിറ്റ് ചെയ്യുക, നമ്മുടെ ക്യാപിറ്റൽ എഡിറ്റ് ചെയ്യുക, നമ്മുടെ സ്ക്രിപ്റ്റ് നെയിം എഡിറ്റ് ചെയ്യുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ചെയ്യാൻ പറ്റും. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു ക്ലാസ്സായിട്ട് എത്താം. താങ്ക് യു.